അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ കുറച്ച് മിത്തും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രാങ്കിൽ മച്ചമ്മയൊക്കെ നല്ല രീതിയിൽ അടിപൊളി മിത്തും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും മിത്തും കാര്യങ്ങളൊക്കെ ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി മിത്താക്കണം. ഓക്കെ, നമ്മുടെ ഫ്രാങ്കിൽ മച്ചമ്മ ഇപ്പോൾ ആൾ ഓടുകയാണ് ഗൈസ്. അപ്പോൾ നമുക്കൊരു ആദ്യത്തെ മിത്തിന് ആദ്യം ആവശ്യമുള്ളത് നമുക്കൊരു ബസ്സാണ് ഗൈസ്. അപ്പോൾ നേരെ നമുക്ക് എന്തായാലും ഒരു ബസ്സും കാര്യങ്ങളൊക്കെ സ്പോൺ ചെയ്യാം. 5599 അടിച്ച ബസ്സും കാര്യങ്ങളൊക്കെ വരും ഗൈസ്. ഓക്കെ, ബസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സ്പോൺ ആക്കിയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ ബസ്സിനുള്ളിലേക്ക് കയറുക ഗൈസ്. ബസ്സിനുള്ളിൽ കയറുമ്പോൾ ഡോറും കാര്യങ്ങളൊന്നും ഓപ്പൺ ആവില്ല, നമ്മൾ ഓട്ടോമാറ്റിക്കായി ഉള്ളിൽ പോയിരിക്കുന്ന പറയണത്. ഓക്കെ, നമ്മൾ കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കായി ഉള്ളിൽ പോകണം ഗൈസ്. വെളിയിൽ ഇറങ്ങുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഡോറും കാര്യങ്ങളൊന്നും ഓപ്പൺ ആവില്ല. അതേപോലെ തന്നെ വേറെ ഏത് കാറിലൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ ഡോറും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവും. പക്ഷേ ഈ ബസ്സിലും കാര്യങ്ങളൊന്നും ഡോറൊന്നും ഓപ്പൺ ആവില്ല ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഒന്നാമത്തെ മിത്ത്. കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. അടുത്ത മിത്ത് കാണിച്ചാൽ ഗൈസ്, ആദ്യം നമ്മുടെ താർ ജീപ്പും കാര്യങ്ങളൊക്കെ സ്പോൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി താർ ജീപ്പ് സ്പോൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ റെയിൻ മൂഡാക്കി കഴിഞ്ഞാൽ നമ്മുടെ താറിൻ്റെ ഉള്ളിലൊക്കെ മഴ പെയ്യും അത്ര ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഫോഗ് ആക്കിയത് ഇനി റെയിൻ മൂഡാക്കാം കേട്ടോ. ഒന്നും കൂടി 99 അടിക്കണം. ഓക്കെ, ഇനി നേരെ നമുക്ക് എന്തായാലും താറിനുള്ളിൽ പോയിട്ട് ക്യാമറയും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കാം നമുക്ക്. ഇപ്പോൾ റെയിനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇനി നേരെ നമുക്ക് എന്തായാലും നമ്മുടെ താറിനുള്ളിൽ കയറാം കേട്ടോ. ഓക്കെ, താറിനുള്ളിലൊക്കെ കയറിയിട്ടുണ്ട് കേസ്. ഇനി ക്യാമറ ചേഞ്ച് ആക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ശ്രദ്ധിച്ചാൽ അറിയേണ്ടത് താറിൻ്റെ ഉള്ളിലേക്ക് മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേസ്. ഓക്കെ, കേസ് നമ്മുടെ ഉള്ളിലേക്കൊക്കെ നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ അല്ല, ഒരു 2-3 കുറച്ച് മഴ വരുന്നുണ്ട് കേസ്. ആക്ച്വലി പറഞ്ഞാൽ മഴയും കാര്യങ്ങളൊക്കെ നമ്മുടെ താറിൻ്റെ ഉള്ളിലേക്കും പെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും കറക്റ്റാണ് കേസ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ഈ മിത്തും കറക്റ്റാണ്. ഇനി എന്തായാലും നമുക്ക് രണ്ടാമത്തെ മിത്തും വർക്കായി ഇനി മൂന്നാമത്തെ മിത്തിലേക്ക് പോകാം ഗൈസ്. ഓക്കെ, മൂന്നാമത്തെ മിത്ത് എന്താ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എയർപോർട്ടിലെ എയറോപ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജോയ് സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാണ്ട് ഓട്ടോമാറ്റിക്കായി നമ്മുടെ എയറോപ്ലെയിൻ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കതേലും ഒരു പ്ലെയിനും കാര്യങ്ങളൊക്കെ സ്പോൺ ചെയ്യുക. 555 അടിച്ചിട്ട് ഒരു പ്ലെയിനും കാര്യങ്ങളൊക്കെ സ്പോൺ ചെയ്യുക ഗൈസ്. ഓക്കെ, നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് ഈ പ്ലെയിനിൽ കയറാം. ഓക്കെ, നമ്മുടെ ഫ്രാങ്കിൽ മച്ചമ്പി പ്ലെയിനിലൊക്കെ കയറിയിട്ടുണ്ട് ഗൈസ്. ഇതിലൊക്കെ കണ്ട ഗൈസ് ഡോർ ഓപ്പൺ ആണ്, പക്ഷേ നമ്മുടെ ബസ്സിൽ ഓപ്പൺ ആവില്ല കേട്ടോ. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഞാൻ എൻ്റെ ഫിംഗറിൻ്റെ ഈ പോയിൻ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ്. ഞാൻ നമ്മുടെ ജോയ് സ്റ്റിക്കും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാനുള്ള ഓട്ടോമാറ്റിക്കായി സ്ക്രീന് വഴിയായിട്ട് മേലേക്ക് പറത്തിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഫിംഗറിൻ്റെ പോയിൻറ്റുകൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടെ. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് ജോയ് സ്റ്റിക്ക് ഇല്ലാണ്ട് നമ്മുടെ എയറോപ്ലെയിനും കാര്യങ്ങളൊക്കെ പറത്തിക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ ഇതൊരു അടിപൊളി മിത്തും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. എൻ്റെ ഫിംഗർ പോയിൻ്റ് ഉണ്ട് ഗൈസ്, ഞാൻ ജോയ് സ്റ്റിക്ക് തൊടുന്നില്ല. ഓട്ടോമാറ്റിക്കലി നമുക്ക് ലാൻഡ് ആക്കാനോ ടേക്ക് ഓഫ് ചെയ്യാനും പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും ഗീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ലാൻഡ് ആക്കാൻ പോകണം ഗീസ്. നമ്മുടെ പ്ലെയിനും കാര്യങ്ങളൊക്കെ ലാൻഡ് ആക്കാം. നിങ്ങൾക്ക് കാണാൻ എൻ്റെ ഫിംഗർ പോയിൻ്റ് കാണുന്നില്ല ഗീസ്. നമ്മൾ ഓട്ടോമാറ്റിക്കാണ് ഗീസ് ചെയ്യുന്നത്, ജോയ് സ്റ്റിക്കിൻ്റെ യൂസേ വരുന്നില്ല. ഈ ബ്രേക്കും ആക്സലേറ്ററും മാത്രം നമ്മൾ കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നേരെ നമ്മൾ ഫിംഗർ വെച്ചിട്ടേ നമ്മുടെ പ്ലെയിനുകളൊക്കെ കൂട്ടി അങ്ങനെ നമ്മുടെ സ്വന്തം മിത്തും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗീസ്. ഇനി അടുത്ത നമ്മുടെ നാലാമത്തെ മിത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ട്രെയിനും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ ഡ്രോൺ മോഡും കാര്യങ്ങളൊക്കെ ഓണാക്കി കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ ഉള്ളിൽ ഡീറ്റെയിലേ കാണാൻ പറ്റുന്ന പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്രാങ്കിൽ മച്ചമ്പി റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് നമ്മുടെ ഡ്രോൺ മോഡ് ഓണാക്കിയിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് ഇതിനുള്ളിൽ പോയി നോക്കാം കേസ്. കേസ് പറഞ്ഞതൊക്കെ കറക്റ്റ് തന്നെ. നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിലത്തെ പാർട്സ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇത് ഫ്രണ്ട് ഏരിയയും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ കേസ്, ഇതെന്തായാലും അടിപൊളി സംഭവം തന്നെ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ മെറ്റലൊക്കെ വെച്ചാൽ ഒന്നും കൂടി അടിപൊളി ഉണ്ടാവില്ലേ, പക്ഷെ ഒന്നും വെച്ചിട്ടില്ല. വെറും ഒരു കണ്ടെയ്നറാണ് കേസ്. കണ്ടെയ്നറിൻ്റെ ഉള്ളിലൊന്നുമില്ല. നമ്മുടെ ട്രെയിനിൻ്റെ പാർട്സൊക്കെ നല്ല ഡീറ്റെയിലായി കണ്ടിട്ടാ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന മിത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം, നമ്മൾ എന്തായാലും ട്രൈ ചെയ്യാൻ നോക്കണമായിരിക്കും. ഓക്കെ കേസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ. എന്തായാലും വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും മാക്സിമം ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യും. നമുക്ക് 1K സബും കാര്യങ്ങളൊക്കെ അടിക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.